ഹായ് ഓൾ. ഇപ്പോൾ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫെബ്രുവരി 9th സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നിങ്ങളുടെ കടമ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് ഓരോ സ്റ്റെപ്പും വളരെ നല്ല രീതിയിൽ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. മാർച്ച് 9 വരെ നമുക്ക് സമയമുണ്ട്. പേയ്മെൻറ്റ് ചെയ്യാനുള്ള സമയം മാർച്ച് 9 11 മണി വരെയും നമ്മുടെ രജിസ്ട്രേഷൻ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം ദാറ്റ് ഈസ് മാർച്ച് 9 5 മണി വരെയാണ്. അപ്പോൾ അത്രയും സമയമുണ്ട്. എന്നാലും ഡീറ്റെയിൽസൊക്കെ എടുത്ത് കൃത്യമായി വീഡിയോസൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് 2-3 കാര്യങ്ങൾ ഒന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാറ്റഗറി. നമ്മളിപ്പോൾ നീറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ജനറൽ കാറ്റഗറി, ജനറൽ EWS ഉണ്ട്, OBC ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെന്നറിയാം. അവിടെ നീറ്റിൽ ഇപ്പോൾ നിങ്ങൾ OBC NCL എന്നാണ് കാണപ്പെടുക. OBC NCL എന്ന് പറഞ്ഞാൽ നോൺ ക്രീമി ലെയർ എന്ന് പറയും. ഇത്ര 6 LP ആണ്, ഇത്ര LPയിൽ താഴെയാണ് നിങ്ങളുടെ ഗാർഡിയൻ്റെ ഇൻകം എങ്കിൽ നിങ്ങൾ ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരിക്കും. അതേസമയം നമ്മൾ നോൺ ക്രീമി ലെയറിന് അല്ലെങ്കിൽ ക്രീമി ലെയറിൽ പെട്ട ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ജനറലായിട്ട് കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് റിസർവേഷൻ്റെ എബിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ഈ OBC NCL തന്നെ 2 രീതിയിലാണുള്ളത്. ഒന്ന് സെൻട്രൽ ലിസ്റ്റുമുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റുമുണ്ട്. ഇപ്പം OBC അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിൽ നമ്മുടെ സെൻട്രൽ ഫുൾ സെൻട്രലിലുള്ള എല്ലാ എടുത്ത് നോക്കുമ്പോഴുള്ള കുറച്ച് ലിസ്റ്റ് ഉണ്ടാവും. ncbc.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഏതൊക്കെ ലിസ്റ്റാണ്, ഏതൊക്കെ ക്ലാസ്സുകളാണ് ആ ലിസ്റ്റിലുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെൻട്രൽ ലിസ്റ്റിലുള്ള ഇതായിരിക്കും. അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റും ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ബിലോങ് ചെയ്യുന്ന ക്ലാസ് സെൻട്രൽ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കണം. സെൻട്രൽ ലിസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ജനറൽ കാറ്റഗറിയെ കൊടുക്കാൻ പാടുള്ളൂ. സ്റ്റേറ്റ് ലിസ്റ്റിലാണ് നിങ്ങളുടെ പേരെങ്കിൽ നിങ്ങൾ സെൻട്രൽ ലിസ്റ്റിൽ OBC NCL കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ അത് ഡിഫറൻ്റ് ആയിപ്പോവും. അതുകൊണ്ട് നിങ്ങൾക്ക് സെൻട്രൽ ലിസ്റ്റിൽ നിങ്ങളുടെ ക്ലാസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ OBC NCL കൊടുക്കാൻ പാടുള്ളൂ. അതേസമയം നിങ്ങൾക്ക് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ജനറൽ തന്നെ കൊടുക്കേണ്ടി വരും. അത് നിങ്ങളുടെ പ്രോസ്പെക്ട്സിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യാസമായി ഈ വർഷത്തെ പ്രോസ്പെക്ട്സിൽ വന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്രാവശ്യം OBC ഇപ്പം NCL കാറ്റഗറി ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റോ EW സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള അല്ലെങ്കിൽ SC ST പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്സ്, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഒന്നും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട. അത് നിങ്ങൾ എടുത്തു വെച്ചാൽ മതിയാകും. നിങ്ങളുടെ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങളത് പ്രൊക്യൂർ ചെയ്ത് കാണിക്കാനാണ് വേണ്ടത്. ഇപ്രാവശ്യം എന്തായാലും നിങ്ങൾക്ക് അതൊരിക്കലും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. നിങ്ങളുടെ കാറ്റഗറി അവിടെ കാണിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിരിക്കണം. കെയർഫുൾ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കാറ്റഗറി പ്രോപ്പർ ആണോ അല്ലേന്നൊന്ന് ചെക്ക് ചെയ്യണം. ഈ NCBCയിലൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ക്ലാസ് അതിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. മറ്റൊന്ന് ഏറ്റവും കൂടുതൽ സംശയം വരുന്നത് നിങ്ങളുടെ നീറ്റ് രജിസ്ട്രേഷനിൽ ഏറ്റവും കൂടുതൽ സംശയം വരുന്ന ഒന്നാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. എലിജിബിലിറ്റി ക്രൈറ്റീരിയയും നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിൻ്റെ കോഡ് ഏതാണോ എന്നതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കൺസേൺ. അതിലൊന്നാമത്തെ കാര്യം നീറ്റിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 31/12/2007 ഇതിന് മുമ്പോ ജനിച്ചവരായിരിക്കണം ശരിക്കും നീറ്റിന് ഈ വർഷത്തെ 2024 നീറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് 17 വയസ്സ് കംപ്ലീറ്റ് ആക്കണം. ഈ 17 വയസ്സ് കംപ്ലീറ്റ് ആക്കേണ്ട എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് 17 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന വർഷം ഡിസംബർ 31 നിങ്ങൾ 17 വയസ്സ് കംപ്ലീറ്റ് ആയവരായിരിക്കണം. ഇതാണ് നീറ്റിൻ്റെ ലോവർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ 16 ഇയേഴ്സ് ആണെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്ക് നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് അഡ്മിഷൻ എടുക്കുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് 17 ഇയേഴ്സ് ആകുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ അല്ലാത്ത കേസുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 17 ഓർ എബോവ് ആണ് നീറ്റിൻ്റെ ലോവർ ലിമിറ്റ് വരുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് നീറ്റ് എക്സാം എഴുതാൻ ഇല്ല. എത്ര 17 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും നീറ്റ് എക്സാം എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ ഓരോ കോഴ്സുകൾക്കനുസരിച്ച് അതിൻ്റെ ഇത് മാറിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ പ്രോസ്പെക്ട്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ് ഇപ്പം ഞാൻ പറയുന്നത് ഏജ് ക്രൈറ്റീരിയ ആണ്. ഇപ്പം നമ്മുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് പല രീതിയിലാണ്. ഒന്ന് ഏജ് ക്രൈറ്റീരിയ ആണ്, അത് 17 ഓർ മോർ ഞാൻ പറഞ്ഞു. അടുത്തത് ക്വാളിഫയിങ് എക്സാം ആണ്. ക്വാളിഫയിങ് എക്സാം എന്ന് പറയുമ്പം നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങളെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് ഡിഗ്രി ചെയ്യുന്നവരായിരിക്കും ചിലപ്പം എന്ത് ചെയ്യുന്നത് നമ്മുടെ നീറ്റ് എഴുതാൻ പോകുന്നത്. അപ്പം അങ്ങനെയുള്ളവർ കൊടുക്കേണ്ട എക്സാമിനേഷൻ കോഡുകളുണ്ട്. അതും അത്യാവശ്യം കുറച്ച് കൺസേൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. ആ കോഡിൻ്റെ കാര്യം കൂടെ നമ്മൾ പറയുന്നുണ്ട്. അത് ഒന്നാമതെന്ന് പറയുന്നത് നിങ്ങൾ 2024 +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വർഷമേ അത് പാസ്സാവുകയുള്ളൂ. നിങ്ങൾക്ക് റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് 12ൻ്റെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്ലസ് നിങ്ങൾ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കരിക്കുലമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ കോഡ് 1 ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, 2024 പാസ്സാകുന്നവർ കൊടുക്കേണ്ട കോഡ് 1 ആണ്. ഇനി ബാക്കി റിപ്പീറ്റേഴ്സ് ആണ്. റിപ്പീറ്റേഴ്സ് ചോദിക്കാൻ ഞങ്ങൾ ഏത് കോഡാണ് കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ചെയ്യേണ്ട കോഡ് 2 ആണ്. കാരണം നിങ്ങൾ ഒരു 10+2 സ്കീം പഠിച്ചിറങ്ങിയവരാണ്. അപ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ചു. അതിന് ശേഷം നിങ്ങൾ 2 വർഷം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി
പിന്നെ മാത്സോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും അഗ്രികൾച്ചർ അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, പിന്നെ അതിൻ്റെ കൂടെ ഇംഗ്ലീഷ്, ഇങ്ങനെ ഒരു സ്കീമിൽ പഠിച്ചിറങ്ങിയവരാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട കോഡ് 2 ആണ്. മെയിൻലി റിപ്പീറ്റേഴ്സ് ഒക്കെ കൊടുക്കുന്ന സാധാരണ കൊടുക്കാറുള്ള കോഡ് 2 തന്നെയാണ്. അവിടെ നിങ്ങളുടെ പ്ലസ് ടു ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാൻ അവർ എന്തായാലും ചോദിക്കും. അപ്പോൾ അത് ഈ കോഡിലാണ് വരുന്നത്. പിന്നെ ഈ വർഷം കഴിഞ്ഞ വർഷം വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, സാധാരണ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആ ഒരു പാറ്റേണിൽ പോകുന്നവർക്ക് മാത്രമേ നീറ്റ് എഴുതാൻ പറ്റുള്ളായിരുന്നു. അതിൽ നിന്ന് മാറ്റം വന്നിട്ട് ബയോളജി ഓർ ബയോടെക്നോളജി ഇതിൽ രണ്ടിൽ ഏതെങ്കിലും വിഷയം പഠിച്ചവർക്കും നീറ്റിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ വർഷം അങ്ങനെ ഒരു മാറ്റം കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു മാറ്റം ഓപ്പൺ സ്കൂളാണ്. ഓപ്പൺ സ്കൂളോ ഓപ്പൺ സ്കൂൾ NIOS സ്കീമിലൊക്കെ പഠിച്ചവർക്ക് നീറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിന് മാറ്റം വന്നിട്ടുണ്ട്, അതും അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ NIOS പഠിക്കുന്നവർക്ക് നീറ്റ് എഴുതാൻ പറ്റില്ല എന്നുള്ളത് ലോ സ്ട്രക്ക് ഡൗൺ ചെയ്തെന്ന് പ്രത്യേകം അതിൻ്റെ പ്രോസ്പെക്ട്സിൽ പറയുന്നുണ്ട്. അപ്പോൾ NIOS പെടുന്ന അതെന്ന് വെച്ചാൽ നിങ്ങളൊരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളുടെ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പഠിച്ച് നിങ്ങൾ +2 പാസ്സായവരാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട കോഡ് 2 തന്നെയാണ്. മറ്റൊരു കോഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പം ഒരു 3 ഇയർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക, ഒരു സയൻസ് ഡിഗ്രി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇൻക്ലൂഡിങ് പ്രാക്ടിക്കൽസ് ഉള്ള ഒരു സയൻസ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് ഇയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോഡ് 5 വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങളുടെ ആ ഒരു ഡിഗ്രി അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോഡ് 5 യൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾ BSc തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അടങ്ങുന്ന സബ്ജക്റ്റുകളുള്ള BSc വിത്ത് ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം, അത് പറയുന്നുണ്ട്. അങ്ങനെ പഠിച്ചിറങ്ങിയവരാണ്, BSc കഴിഞ്ഞവരാണ്, വിത്ത് പ്രാക്ടിക്കൽ നിങ്ങൾ ചെയ്ത് പഠിച്ചിറങ്ങിയവരാണെങ്കിൽ നിങ്ങൾക്ക് കോഡ് 6 കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ സാധാരണ കൺഫ്യൂഷൻസ് വരാറുള്ള കോഡ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ മെയിൻലി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കോഡ് 1, മീൻസ് റിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർലി കോഡ് 2 തന്നെ കൊടുക്കാം. NIOS അവരൊക്കെ എല്ലാവർക്കും കോഡ് 2 തന്നെ കൊടുക്കാം. പിന്നെ ഡിഗ്രി ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോഡ് 5 കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണിക്കണമെന്നില്ലെങ്കിൽ കോഡ് 2 തന്നെ കൊടുത്താൽ മതിയാവും. നിങ്ങൾക്കിപ്പം ഇൻ കേസ് ഒരു സയൻസ് ഡിഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡ് 5 കൊടുക്കാം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് കോഡ് 6 കൊടുക്കാം. ഇതാണ് നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ കോഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് എക്സാമിനേഷൻ ക്രൈറ്റീരിയ ആണ്. അവിടെ ജനറൽ കാറ്റഗറി, EWS കാറ്റഗറി പെടുന്നവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾ അഗ്രിഗേറ്റ് മാർക്ക് എന്ന് പറയുന്നത് എടുക്കുമ്പോൾ 50% മുകളിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നീറ്റിന് എലിജിബിലിറ്റി ഉള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഈ പറഞ്ഞ സബ്ജക്റ്റുകൾക്കെല്ലാം, ഈ പറഞ്ഞ എല്ലാ സബ്ജക്റ്റുകളും ഇൻഡിവിജ്വലി നിങ്ങൾ പാസുമായിരിക്കണം. അഗ്രിഗേറ്റ് എടുക്കുമ്പോൾ 50% അബവ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നീറ്റിന് എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു പ്രോപ്പർ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള അഡ്മിഷൻ കിട്ടും. ഇത് SC/ST കാറ്റഗറിയിലേക്ക് വരുമ്പം, ബാക്കി കാറ്റഗറീസിലേക്ക് വരുമ്പോൾ അഗ്രിഗേറ്റ് മാർക്ക് SC/STയിലേക്കൊക്കെ വരുവാണെങ്കിൽ അത് 40% ടോട്ടൽ എടുക്കുമ്പോൾ. പിന്നെ ഇൻഡിവിജ്വൽ പാസ് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ കുറച്ച് കണ്ടീഷൻസ്, അത് PWBDയിലേക്ക് വരുമ്പോഴും ആ കണ്ടീഷൻസ് അതിലും പറയുന്നുണ്ട്. അപ്പം മേജർ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ സർട്ടിഫിക്കറ്റ്സ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് തൽക്കാലം അപ്ലോഡ് ചെയ്യേണ്ട, പക്ഷേ അത് പ്രൊക്യൂർ ചെയ്ത് കയ്യിൽ വെക്കണം. അത് അഡ്മിഷൻ്റെ സമയത്ത് കാണിക്കണം. PWD ആണെങ്കിൽ, നിങ്ങൾ PWBD കാൻഡിഡേറ്റ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റും, ഇൻ കേസ് നിങ്ങൾ NRI സ്റ്റുഡൻസ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഫോമാറ്റും നിങ്ങളുടെ പ്രോസ്പെക്ട്സിലുണ്ട്. അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ ഫോട്ടോഗ്രാഫും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അവിടെ അപ്ലോഡ് ചെയ്താൽ മതിയാകും. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായി നോക്കേണ്ട എലിജിബിലിറ്റി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോഡുകളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ബാക്കി നിങ്ങൾക്ക് വരുന്ന ജനറൽ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് കമൻറ്റിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്കത് അഡ്രസ്സ് ചെയ്യാം. നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് നീറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അഡ്രസ്സ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധിച്ച് തന്നെ ഈ വരുന്ന പ്രോസ്പെക്ട്സ് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ആ പ്രോസ്പെക്ട്സ് വായിച്ചിട്ട് നീറ്റിൻ്റെ രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ആകാൻ ശ്രമിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.